Hi all. Today we are going to discuss about curve fitting. Okay. So curve fitting എന്ന് പറഞ്ഞാൽ it is the process of constructing a curve that has best fit to a series of data points subject to certain constraints. അപ്പം നമുക്കൊരു curve ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാനുള്ളത്. ബട്ട് വെറുതെ ഒരു curve അല്ല, it should fit to the best to a series of data points. നമുക്ക് കുറച്ച് ഡേറ്റാ പോയിന്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കർവ് വരയ്ക്കാൻ ഒരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റാ പോയിന്റ്സ് ഉണ്ടാവാം. ആ ഡേറ്റാ പോയിന്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് കർവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൻ്റെ പ്രധാന ഉദ്ദേശം. സോ ഇപ്പോൾ ഞാനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫിലെന്ന് പറഞ്ഞാൽ ഐ ഹാവ് 6 മെയിൻ പോയിന്റ്സ് P1, P2, P3, P4 ആൻഡ് P5 ആൻഡ് P6. സോ ആ പറയുന്ന കർവിൻ്റെ ഇക്വേഷൻ, ഈ പർട്ടിക്കുലർ കർവിൻ്റെ ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ എൻ്റെ ഈ കർവ് ഫിറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ സർട്ടൺ സെറ്റ് ഓഫ് ലിമിറ്റഡ് സെറ്റ് ഓഫ് പോയിന്റ്സ്. ഇപ്പം മേ ബി P1 കാണും, P2 കാണും, ചിലപ്പം P5ഉം P6ഉം കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റും കൂടെ കാണുമായിരിക്കാം. അപ്പോൾ ആ പോയിന്റ്സിൽ കൂടി എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള കർവ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തായിരുന്നാലും കർവ് ആണെങ്കിലും അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലും പാരബോൾ ആണെങ്കിലും എന്താണെങ്കിലും ഐ ഷുഡ് മേക്ക് എ ബെസ്റ്റ് ഫിറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കർവ്. അപ്പോൾ ഈ പറയുന്ന പെർട്ടിക്കുലർ കർവിന് ഓൾമോസ്റ്റ് ഇത്രയും പോയിന്റ്സ് മതിയാവും. ഇഫ് എനിക്കിപ്പോൾ ഈ രണ്ട് പോയിന്റ്സും ഉള്ളെങ്കിൽ എനിക്കത് കണക്ട് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, where the condition is that should be best fit. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷന് വേണ്ടി നമ്മൾ നേരത്തെ ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് പഠിച്ചായിരുന്നു. ഇൻ്റർപൊളേഷൻ can also be used, but it has certain drawbacks. അതെന്താണെന്ന് പറയാം. സോ ഇൻ്റർപൊളേഷൻ്റെയും കർവ് ഫിറ്റിങ്ങിൻ്റെയും ഒരു മേജർ ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇൻ്റർപൊളേഷൻ എന്തായിരുന്നു? നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് തരും, അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇറ്റ്സ് ബിക്കോസ് ടു ഫൈൻഡ് ഔട്ട് എ കർവ്. അത് വെച്ചിട്ട് നമുക്കൊരു കർവ് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനോ പാരബോളോ എന്തും വരയ്ക്കാം. പക്ഷേ ഇൻ്റർപൊളേഷൻ ആക്ച്വലി എന്തുവാണ് ചെയ്യുന്നത്? ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂസിനെ ആ തന്നിരിക്കുന്ന വാല്യൂസിനെ വെച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള വാല്യൂസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. പക്ഷേ അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് യു ട്രൈ ടു പ്ലോട്ട് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂസ് ടു ഗെറ്റ് എ ലൈൻ, ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം എന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി വി വിൽ ഗെറ്റ് എ സിക്സാക് പാറ്റേൺ. ഒരു സിക്സാക് പാറ്റേൺ ആയിരിക്കും പൊതുവേ കിട്ടാറ്. പക്ഷേ കർവ് ഫിറ്റിങ്ങിനെ സംബന്ധിച്ച് അത് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ക്യാപ്ചേഴ്സ് ദ ട്രെൻഡ് ഇൻ ഡേറ്റ. ഇപ്പം കുറേ വാല്യൂസ്, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് മാക്സിമം വാല്യൂസിൻ്റെ ട്രെൻഡ് കണ്ടുപിടിക്കും. ഇറ്റ് ക്യാപ്ചേഴ്സ് ദ ട്രെൻഡ് ഇൻ ഡേറ്റ. എന്നിട്ട് അതെന്ന് പറഞ്ഞാൽ ആ ട്രെൻഡ് കണ്ടുപിടിച്ചിട്ട് ബൈ അസൈനിങ് സിംഗിൾ ഫംഗ്ഷൻ അക്രോസ് എ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിനകത്ത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഈ പെർട്ടിക്കുലർ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാനുള്ള ട്രെൻഡ് വാല്യൂസ് കിട്ടും. അങ്ങനെയാണ് ശരിക്കും കർവ് ഫിറ്റിംഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ട്രെൻഡ് ഇൻ വാല്യൂസ് മീൻസ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന വാല്യൂസ് എല്ലാം തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഓൾമോസ്റ്റ് കിട്ടും. അവിടെ വെൻ കമ്പയർ ടു an interpolation we have a slight errors. ഒരു ചെറിയ എറേഴ്സ് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാറുള്ളൂ. നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂവും നമുക്ക് കിട്ടേണ്ട സ്ട്രെയിറ്റ് ലൈനും തമ്മിൽ ഒത്തിരി ഒരു എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ തന്നെ ഇല്ലേ, നമുക്ക് ഒരുപാട് എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കർവ് ഫിറ്റിങ്ങിൽ അങ്ങനെ പൊതുവേ വരാറില്ല, ബിക്കോസ് ഇറ്റ് ക്യാപ്ചേഴ്സ് ദ ട്രെൻഡ് ഇൻ ഡേറ്റ. ഓക്കെ, സോ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടെക്നിക്സ്, നമുക്ക് കർവ് ഫിറ്റിങ്ങിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കർവ് ഫിറ്റിംഗ്. ഇപ്പോൾ കർവ് ഫിറ്റിംഗ് പല ടൈപ്പ് ഓഫ് കർവ് ഫിറ്റിംഗ് ഉണ്ട്. ഒരു കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ലൈൻ, അല്ലെങ്കിൽ ഒരു പാരബോള ആകാം, അല്ലെങ്കിൽ ഒരു എലിപ്സ് ആകാം, ഒരു സർക്കിൾ ആകാം, എന്തും ഒരു കർവ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഫിറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ ഓർ എ ലൈൻ ടു എ സെറ്റ് ഓഫ് ഡേറ്റ പോയിന്റ്സ്, അത് ഒന്നാമത്തെ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കർവിനെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഷുഡ് നോ ഈസ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കർവ്. ഇപ്പോൾ ലൈൻ ആണെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, y ഈക്വൽ ടു എക്സ് പ്ലസ് ബി. ഇത് യൂഷ്വലി നമ്മൾ +2 പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എന്താ ഫസ്റ്റ് ഡിഗ്രി മീൻസ് എക്സിൻ്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി കുഡ് ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറയാറ്. അപ്പോൾ ഇതിൽ ax + bയിൽ a is the slope of that particular line and b is the intercept for that line. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനും നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റ പോയിന്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ബട്ട് ദ കണ്ടീഷൻ ഇസ് ദാറ്റ് വി ഷുഡ് ഫൈൻഡ് a and b.
എ ബി എന്ന രണ്ട് കോൺസ്റ്റൻസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ലൈനിനെ തന്നിരിക്കുന്ന ഡേറ്റ പോയിന്റ്സിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടീഷൻ ഇസ് ദാറ്റ് ഈ ഇക്വേഷൻ അറിയണം, ഈ എ ആൻഡ് ബി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇത് ലൈനിനെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനാണ്. നെക്സ്റ്റ് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് എ പോളിനോമിയൽ ഓഫ് സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഓർ എനി ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ സെക്കൻഡ് ആയിരിക്കും, 2 ആയിരിക്കും. സോ വൈ ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഫോർ എ പാരബോളയാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഫോർ എ പാരബോള ആകുമ്പോൾ ഇവിടെ എത്ര കോൺസ്റ്റൻസ് ഉണ്ട്? എ ബി ആൻഡ് സി. ദിസ് ഈസ് എൻ ഇക്വേഷൻ ടു ഫിറ്റ് എ കർവ് ഓഫ് 3 points. 3 points ഉള്ള ഒരു കർവിനെ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത്. അപ്പോൾ പാരബോളയ്ക്ക് 3 എണ്ണം ഉണ്ട്. തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവും. ഈ ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ എ ബി സി ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ആ ഡേറ്റ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തേർഡ് ഡിഗ്രി ആകുമ്പോൾ എന്ത് ചെയ്യും? എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് 6 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇത് 2 ടൈപ്സ് ആണ്. ഇനിയുണ്ട്. ഇനി നമുക്ക് വേറെ ടൈപ്സ് എന്ന് പറയാനായിട്ടുള്ളത്, നമുക്ക് ഒരു ജോമെട്രിക്കൽ പാറ്റേണിൽ ഇപ്പം ടു ഫിറ്റ് അതർ ഡേറ്റ പോയിന്റ്സ് ടു ജോമെട്രിക്കൽ ഫംഗ്ഷൻസ്. ഇപ്പോൾ ഒരു സർക്കിൾ നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ, ഒരു എലിപ്സ് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്തറിയണം? ഫസ്റ്റ് വി ഷുഡ് ഐഡൻറ്റിഫൈ ദ ഇക്വേഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സർക്കിൾ ഓർ ദാറ്റ് പെർട്ടിക്കുലർ എലിപ്സ്. അതിനകത്തുള്ള കോൺസ്റ്റൻസിനെ കണ്ടുപിടിക്കുക ആൻഡ് വി assign the values to that particular equation. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് പൊതുവേ നമുക്കൊരു മെത്തേഡ് ഉള്ളത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന മെത്തേഡാണ്. അപ്പം നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിനെ കുറിച്ചാണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഓർ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ദിസ് ഇസ് എ മെത്തേഡ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഫിറ്റ് എ കർവ് ഇൻ ദറ്റ് പെർട്ടിക്കുലർ ഇക്വേഷൻ. അതെന്ത് ടൈപ്പ് ഓഫ് കർവും ആവാം. സോ ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഡെഫിനേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് വി ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ, അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ പകരം എന്ത് കർവ് ആവാം ആക്ച്വലി. സോ ഇഫ് വി ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോർ എ ഗിവൺ ഡേറ്റ പോയിന്റ്സ്, തന്നിരിക്കുന്ന ഡേറ്റ പോയിന്റ്സിന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ യൂസിങ് ദിസ് പെർട്ടിക്കുലർ മെത്തേഡ്, ദെൻ ഈ മെത്തേഡ് പ്രകാരം the sum of deviations of the points will be minimum. എന്താ ഈ ഡീവിയേഷൻസ് എന്നുള്ളത് പറയാൻ വേണ്ടി. ഓക്കെ, ആൻഡ് ഓൾസോ ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് വിൽ ബി മിനിമം. അപ്പോൾ ഈ ഡീവിയേഷൻസ് ആണ് നമുക്കിനി കൺസിഡർ ചെയ്യാനുള്ളത്. സോ ഈ ഡീവിയേഷൻസ് എന്താണെന്നുള്ളത് ഇനി ഗ്രാഫിനെ ബേസ് ചെയ്ത് പറയാം. അപ്പം ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് കാണാൻ വരച്ചിട്ടുള്ളത്. എക്സ് ആൻഡ് വൈ ആക്സിസിനകത്താണ് സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് പോയിന്റ്സ് ഇവിടെ ഞാൻ E1 E2 നിൽക്കട്ടെ, P1 P2 P3 P4 P5 ഇങ്ങനെ സ്റ്റാർ ഇട്ട് കാണിച്ചിരിക്കുന്ന പോയിന്റ്സ് ആണ് എനിക്ക് ടാബുലേഷൻ പ്രകാരം, അതായത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂസ്, വിച്ച് ഇസ് കോൾഡ് ആസ് മൈ എക്സ്പെരിമെൻ്റൽ വാല്യൂ. ഓക്കെ, എൻ്റെ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ഒപ്റ്റൈൻഡ് വാല്യൂ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ P1 P2 P3 P4 P5 ആൻഡ് P6. ഓക്കെ, പക്ഷെ ഞാൻ ശരിക്കും ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വാല്യൂസിനെ ബേസ് ചെയ്ത്, ആ ട്രെൻഡിനെ ബേസ് ചെയ്ത്, അതിൻ്റെ ബേസ് ചെയ്തൊരു ലൈൻ ഞാൻ വരച്ചിരിക്കുകയാണ്. ഓക്കെ, ബട്ട് ഐ ഹാവ് എ സ്ലൈറ്റ് ഡിഫറൻസ് ഇല്ലേ. ഇപ്പോൾ E1 അവിടെ തന്നെയാണ്, P1ൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് ഈ പെർട്ടിക്കുലർ പോയിന്റ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന പോയിന്റിനെ ഞാൻ വേറൊരു പേരും കൂടെ കൊടുക്കാം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പോയിന്റ് വേറെ ഈ ഒരു പേര് കൂടെ കൊടുക്കാം. സേ ഫോർ എക്സാമ്പിൾ A1. ഓക്കെ, A1 ആൻഡ് ഇവിടെ എനിക്ക് മീറ്റ് ചെയ്ത പോയിൻ്റ് A2, ഇവിടെ എനിക്ക് മീറ്റ് ചെയ്ത പോയിൻ്റ് A3, ഇവിടെ എനിക്ക് മീറ്റ് ചെയ്ത പോയിൻ്റ് A4 A5 ആൻഡ് A6. അപ്പോൾ ശരിക്കും ഞാൻ അതിൽ കൂടെ അല്ല പാസ് ചെയ്തത്, ഒരു ട്രെൻഡ് വാല്യൂ ബേസ് ചെയ്ത് പാസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത്? എനിക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഈ A1 A2 A3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് കിട്ടേണ്ടിയിരുന്ന വാല്യൂസ് ആണ്, വിച്ച് ഐ കോൾ ഇറ്റ് ആസ് തിയററ്റിക്കൽ വാല്യൂ. ഓക്കെ, ഇതാണ് എൻ്റെ തിയററ്റിക്കൽ വാല്യൂ. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ആക്ച്വലി ഡീവിയേഷൻ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, എൻ്റെ എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്തുകൊണ്ട് എൻ്റെ തിയററ്റിക്കൽ വാല്യൂവിൽ നിന്നും മാറി വന്നു? ആക്ച്വലി എനിക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് മാറാം. തന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റൽ വാല്യൂ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ലൈഡ് ഡിഫറൻസ് കൊണ്ട്, പോയിന്റിന് ശേഷം എടുക്കുന്ന ഡിഫറൻസ് കൊണ്ടൊക്കെ മാറാം. ദാറ്റ് ഈസ് നോർമൽ. അപ്പോൾ ഈ പറയുന്ന ഡീവിയേഷൻസ്, ഇനി ഡീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ ആ കിട്ടേണ്ട വാല്യൂ, അതായത് എൻ്റെ എക്സ്പെരിമെൻ്റൽ വാല്യൂവിൽ നിന്നും എൻ്റെ തിയററ്റിക്കൽ വാല്യൂവിൻ്റെ ഡിഫറൻസിനെയാണ് ഞാൻ ആക്ച്വലി ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് എറർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ എറർ. ആ എററിനെയാണ് ഞാൻ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ ദ ഫസ്റ്റ് പോയിന്റ് ഐ ഡോണ്ട് ഹാവ് ആൻ എറർ. ഞാനിപ്പോൾ ജസ്റ്റ് E1 എന്ന് മെൻഷൻ ചെയ്തു. സെക്കൻഡ് പോയിന്റിൽ നോക്കിയേ,
എൻ്റെ A1-ൽ നിന്നും A2-ൽ നിന്നും P2-ലേക്കുള്ള ഡിസ്റ്റൻസ് അതിനെയാണ് ഞാൻ E2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സിമിലർലി എൻ്റെ A3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും P3 വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ E3 എന്ന് മാർക്ക് ചെയ്യുന്നത്. സോ ഇതിൻ്റെ എല്ലാം സം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മിനിമം. അതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. ദ സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ പോയിന്റ്സ് വിൽ ബി മിനിമം. അതായത് എനിക്ക് ആക്ച്വലി ആ പോയിന്റിനോട് ചേർന്ന് തന്നെ എനിക്ക് ആ സ്ട്രൈറ്റ് ലൈൻ കിട്ടും ഇഫ് വി യൂസ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയുന്നുണ്ട് ഈ പറയുന്ന മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഓൾസോ ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ വിൽ ബി മിനിമം. എന്തിനാ സ്ക്വയേഴ്സ് എടുക്കുന്നത്? ഈ പറയുന്ന എറേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും സ്ക്വയേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ഡെഫിനേഷൻസ് പ്രകാരം എൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ്, സം ഓഫ് എറേഴ്സ് എന്നാണ്. ഇപ്പോൾ സിഗ്മ ഇ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4 പ്ലസ് E5 പ്ലസ് E6. ഇത് ആക്ച്വലി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 0 ആയിരിക്കും. 0 ആണെങ്കിൽ ഐ ക്യാൻ അഷ്വർ ദാറ്റ് മൈ ലൈൻ ഇസ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് എക്സ്പെരിമെൻ്റലും തിയറട്ടിക്കൽ വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് എനിക്ക് പറയാം, ഇല്ലേ? ചെറുതാണ്, വളരെ ചെറുതാണ്, അപ് ടു ഏകദേശം 0-നോട് അടുത്ത്. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുത്താലോ, അതായത് സിഗ്മ ക്യാപിറ്റൽ E സ്ക്വയർ എടുത്താലോ, E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ അങ്ങനെ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0-നോട് ഈക്വൽ ആയിരിക്കും. അതായത് എനിക്ക് അത്രയും ചെറിയ എറേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. സോ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ആക്ച്വൽ ലൈൻ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും തന്നിരിക്കുന്ന ഡേറ്റാ പോയിൻറ്റ്സിൽ. ഓക്കെ, സോ ഈ രണ്ട് values are important ആയിട്ടുള്ളത്, experimental value as well as the theoretical value. So next steps for method of least square. എങ്ങനെയാണ് ആ method of least square സോൾവ് ചെയ്യുന്നത്? ആദ്യം ആ ഇക്വേഷൻ്റെ കർവിൻ്റെ ആ പെർട്ടിക്കുലർ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? നോർമൽ ഇക്വേഷൻ y ഈക്വൽ ടു ax പ്ലസ് ബി. അത് നോർമലി നമുക്കറിയാം. പാരബോളയാണെന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ഫിറ്റ് എന്തുവാണ് പാരബോള എന്നായിരിക്കും തരുന്നത്. അപ്പം നമുക്ക് അത് പ്രകാരം നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഓക്കെ. നെക്സ്റ്റ് ഇവിടെ മുതലാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫോം ദ നോർമൽ ഇക്വേഷൻ ഫോർ ദാറ്റ് കർവ്. ആ കർവിൻ്റെ ഇക്വേഷൻ ഒരു നോർമൽ ഇക്വേഷൻ കണ്ടെത്തുക. അപ്പോൾ നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഓക്കെ, ഈ ഇക്വേഷനെ ഈ രീതിയിൽ നമുക്ക് എഴുതാം. സിഗ്മ വൈ ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ്. ഇതിനെ സമേഷൻ ചെയ്യുവാണ്. സിഗ്മ വൈ ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു എൻ. എന്തുകൊണ്ടാണ് എൻ വന്നത്? എൻ എന്ന് പറഞ്ഞാൽ ബി എൻ ടൈംസ് നമ്മൾ ആഡ് ചെയ്താൽ, ഇവിടെ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് 1 to n ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം 1 to n ആകുമ്പം എ ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ആണ് ഞാൻ പുറത്തെടുത്തു. ദെൻ സിഗ്മ എക്സ് എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു എൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 3 + 3 + 3 + 3 ഇപ്പം 4 തവണ 3 എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4 × 3 എന്ന് എഴുതും. അപ്പോൾ ഈ 4 ആണ് ആക്ച്വലി n എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഈ എന്നെ നമ്മൾ പ്രോബ്ലമിൽ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു 5 സെറ്റ് ഓഫ് ഡേറ്റാ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ 5 ആണ് ഇവിടുത്തെ n എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഡേറ്റാ പോയിൻറ്റ്സ് ഗിവൺ, അതായിരിക്കും നമ്മുടെ ഇക്വേഷനിൽ n ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ പറയുന്ന ഇക്വേഷൻ്റെ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എന്ത് വരും? എ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ്. എന്നെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒന്നും എടുക്കത്തില്ല, ഇൻറ്റു സിഗ്മ എക്സ്. സോ എന്തിനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇതിലോട്ട് നമ്മൾ എഴുതുന്നത്? നമുക്ക് ഈ കോൺസ്റ്റൻസിനെ, അതായത് ഈ സ്ലോപ്പിനെയും ഇൻ്റർസെപ്റ്റായ എയും ബിയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ഇക്വേഷൻ ഓഫ് 2 unknowns ആണല്ലോ. 2 unknowns ആയതുകൊണ്ട് നമുക്ക് 2 ഇക്വേഷൻസ് വേണം. 2 ഇക്വേഷൻസ് ആണ് ഞാൻ എടുത്ത് എഴുതിയിരിക്കുന്നത്. സോ ഈ ഇക്വേഷൻസ് നമ്മൾ ആ കിട്ടുന്ന ഡേറ്റാ പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വി വുഡ് ഫൈൻഡ് ദ വാല്യൂ ഫോർ എ ആൻഡ് ദ വാല്യൂ ഫോർ ബി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് നമ്മൾ പറഞ്ഞ് എഴുതുന്നത് എന്തായിരിക്കും? നമ്മൾ ഈ കിട്ടിയ എ ആൻഡ് ബി വാല്യൂസ് തിരിച്ച് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു കിട്ടിയ എയുടെ വാല്യൂ ഇൻറ്റു എക്സ് പ്ലസ് കിട്ടിയ ബിയുടെ വാല്യൂ. ഇത്രയാണ് ശരിക്കും മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ഞാനൊരു പ്രോബ്ലം വൈസ്, അപ്പം ഇതിപ്പം ഞാൻ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി പാരബോള ആകുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഹാവിങ് 3 കോൺസ്റ്റൻസ്. 3 കോൺസ്റ്റൻസ് വരുമ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ 2 കോൺസ്റ്റൻസിന് നമുക്ക് 2 ഇക്വേഷൻസ്, 3 കോൺസ്റ്റൻസ് വരുമ്പോൾ 3 ഇക്വേഷൻസ് വരും. സോ വി വിൽ സീ how we can write a parabolic equation. So for a parabola, നമുക്കറിയാം പാരബോളയുടെ നോർമൽ ഇക്വേഷൻ y ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. സെൻ അതിൻ്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 3 കോൺസ്റ്റൻസ് ആകുമ്പം നമുക്ക് മോസ്റ്റ്ലി 3 ഇക്വേഷൻസ് ഉണ്ടാവും. ഇതിനെ സമ്മേഷൻ ചെയ്യുക. സിഗ്മ y ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ
എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സി ഇൻറ്റു എൻ. നേരത്തെ ലൈൻ്റെ ഇക്വേഷൻ കണ്ടതുപോലെ തന്നെയാണ് എൻ ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് ക്യൂബ്. ഇതിൻ്റെ കൂടെ ഒരു എക്സ് കൂടെ കയറും, ഇതിൻ്റെ കൂടെ ഒരു എക്സ് കൂടെ കയറും, ഇതിൻ്റെ കൂടെ ഒരു എക്സ് കൂടെ കയറും. ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിൻ്റെ പവർ കൂട്ടിക്കൊണ്ടിരിക്കുക. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ചെയ്യുക. അപ്പം എക്സ് ക്യൂബ് എന്നുള്ളത് എക്സ് 4 ആവും, എക്സ് സ്ക്വയർ എന്നുള്ള എക്സ് ക്യൂബ്, ഇത് എക്സ് സ്ക്വയർ ആവും. അപ്പം 3 കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻസ്. ഇനി ഇത് എക്സ് റേസ് ടു 3 ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരു കോൺസ്റ്റൻസ് കൂടെ വരും, അതുപോലെ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ വരും. ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഓഫ് ദി ഇക്വേഷൻസ്. ഓക്കെ, ഇതെല്ലാം കിട്ടിയതിന് ശേഷം ഈ 3 ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എ ബി ആൻഡ് സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ എ ബി ആൻഡ് സി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇടുന്നതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയും. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം, എങ്ങനെയാണ് നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ, എങ്ങനെയാണെന്ന് അറിയത്തില്ല. സോ വിൽ സീ ഹൗ വി ക്യാൻ അപ്ലൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഡേറ്റ യൂസിങ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പോൾ ഇവിടെ തന്നെ ഇക്വേഷൻ ഏതാണെന്ന് പറയുന്നുണ്ട്. ഇക്വേഷൻ അല്ല, കർവ് ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ. അപ്പം തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? അപ്പോൾ എൻ്റെ എൻ എന്തായിരിക്കും? എൻ വിൽ ബി 6. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്തായിരുന്നു? y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതിൻ്റെ നോർമൽ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ വൈ ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു എൻ ആൻഡ് സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ്. അപ്പോൾ ഈ പറയുന്ന പെർട്ടിക്കുലർ കണ്ടീഷൻ നമുക്ക് എഴുതാനായിട്ട് ഈസി ആയിട്ടും സോൾവ് ചെയ്യാനായിട്ട് ഞാനതിനെ ടാബുലേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ടാബുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ എക്സ് വാല്യൂ എൻ്റെ വൈ വാല്യൂ ആദ്യം എഴുതും. എക്സ് വാല്യൂ 1 2 3 4 6 8. ഓക്കെ, എൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ 2.4 3 3.6 വാല്യൂ എൻ്റെ വൈ വാല്യൂ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷൻ പ്രകാരം നോക്കണം എന്തൊക്കെ എനിക്ക് വേണം. സിഗ്മ വൈ വേണം. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മേഷൻ എനിക്ക് ഇവിടെ എഴുതാം. ഇനി സിഗ്മ എക്സ് വേണം. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മേഷൻ എനിക്ക് ഇവിടെ എഴുതാം. എൻ എൻ്റെ ഓൾറെഡി ഉണ്ട് 6. നെക്സ്റ്റ് സിഗ്മ എക്സ് വൈ. അപ്പോൾ എക്സ് വൈയുടെ സമ്മേഷൻ വേണം. അപ്പം ഞാൻ എൻ്റെ നെക്സ്റ്റ് ടാബുലേഷനിൽ ഞാൻ എക്സ് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇത്രയും കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സം എഴുതുമ്പോൾ സിഗ്മ എക്സ് വൈ. നെക്സ്റ്റ് എന്താ വേണ്ടത്? എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ എഴുതും, അതിൻ്റെ സമ്മേഷൻ ആൻഡ് സിഗ്മ എക്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ മൾട്ടിപ്ലൈഡ് വാല്യൂ ആണ്. 2.46 10.8 16 30 ആൻഡ് 48. ഇനി എക്സ് സ്ക്വയറിൻ്റെതാകുമ്പോഴോ 1 4 9 16 36 ആൻഡ് 64. ഇനി ഇതിൻ്റെ എല്ലാ സമ്മേഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിങ്ങനെയാണ് 24 24 113.2 130. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിനെ അതേപോലെ അപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷനിലല്ല ഇതിലും അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. സോ എങ്ങനെ എനിക്ക് എഴുതാം? എൻ്റെ ഈ സിഗ്മ വൈ എന്ന് പറഞ്ഞ അപ്പുറത്തെ ടേം ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. സോ എ ഇൻറ്റു സിഗ്മ എക്സ്. എൻ്റെ സിഗ്മ എക്സ് എത്രയാണ്? 24. സോ 24a പ്ലസ് ബി ഇൻറ്റു എൻ എത്രയാണ്? 6 ഇൻറ്റു ബി ഈക്വൽ ടു സിഗ്മ വൈ. സിഗ്മ വൈ എന്ന് പറയുന്നത് 24. ഓക്കെ, ദെൻ എ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 130a പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് 24b ഈക്വൽ ടു 113.2 അല്ലേ? ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ ഇക്വേഷൻ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ മോഡ് സെറ്റ് ചെയ്തിട്ട് എത്ര ഇക്വേഷൻ, ഇപ്പം ഇക്വേഷൻ ഫോർ 2 അൺനോൺസ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നോർമലി നമുക്ക് സാധാരണ എന്തുവാണ്, ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പം ഫസ്റ്റ് ഇക്വേഷന് ഞാൻ അത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 24 കിട്ടും ഇല്ലേ? അപ്പോൾ 6 × 4 = 24. ഇതിനെയും ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. ഞാൻ ആ പാറ്റേണിലാണ് ചെയ്തത്. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചും ചെയ്യാം. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 × 4 ചെയ്തു. ഓക്കെ, 1 × 4 ചെയ്തു. എന്നിട്ട് ആ ഇക്വേഷനെ ഞാൻ മറ്റിൽ നിന്നും മൈനസ് ചെയ്തു. ഇതിൽ നിന്നും ഈ ഇക്വേഷനെ മൈനസ് ചെയ്തു. അപ്പോൾ ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്? 130a പ്ലസ് 24b ഈക്വൽ ടു 113.2. ഇനി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആണ് 96a പ്ലസ് 24b ഈക്വൽ ടു 96.
എന്നിട്ട് ഇതിനെ അങ്ങ് മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 34A ഈക്വൽ ടു 17.2. ഓക്കെ, സോ മൈ എ ഈക്വൽ ടു 0.5059. എൻ്റെ എ കിട്ടി. ക്ലിയർ? ഇനി എ കിട്ടി. ഇനി എയിനെ ഞാൻ ബിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കിട്ടിയ എനെ എനിക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബിയുടെ വാല്യൂം കിട്ടും. സോ ഈ എയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ, എൻ്റെ ആദ്യത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തതല്ല, ആദ്യത്തെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 24 × 0.5059 പ്ലസ് 6B ഈക്വൽ ടു 24 അല്ലേ? ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 6B ഈക്വൽ ടു 12.1416 വരും. ആൻഡ് B ഈക്വൽ ടു 1.9765. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. സോ മൈ ഫൈനൽ ഇക്വേഷൻ ഈസ്, ഇതിൻ്റെ ഫിറ്റസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. y ഈക്വൽ ടു 0.5059 പ്ലസ് 5059 എക്സ് പ്ലസ് ബി എന്നല്ലേ, പ്ലസ് 1.9765. തിരിച്ചാണ് വരുന്നതെങ്കിൽ നമ്മളെ ഇക്വേഷൻ ഇതായിരിക്കും എ, ഇതായിരിക്കും ബി. അതൊന്നും പ്രശ്നമില്ല. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. ഓക്കെ, താങ്ക് യു.